ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചേച്ചിയുടെ മോള്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി ധൃതിക്ക് കടയൊന്ന് രാവിലെ തുറന്ന് ഉച്ചവരെ ഒന്ന് തുറന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വന്ന് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിക്കണം. അപ്പം കൽപ്പാത്തി പാലമാണിത് ഗൈസ്, നോക്കിക്കോളൂ. ഇത് പുഴ, കൽപ്പാത്തി പുഴ. ഇത് കൽപ്പാത്തി പുഴയല്ല, പിന്നെ എന്ത് പുഴയാ ഗൈസ്? ഇത് എൻ്റെ അറിവ് ഇത് കൽപ്പാത്തി പുഴ കേട്ടോ, എനിക്കറിയില്ല ഗൈസ്. ഇതാണ്, ഇവിടെയാണ് ഞങ്ങളുടെ വല്യമ്മയുടെ വീട്. ഇപ്പൊ പോകുന്ന ചേച്ചിയുടെ വീട് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ അടുത്താണ് വീട്. ഞങ്ങൾ കയറണമെന്നില്ല, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് വല്യമ്മയുടെ വീട്ടിലേക്ക്. അമ്പലം കാണുന്നുണ്ടോ? ഒരു ആർട്സ് കാണുന്നുണ്ടോ? വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞായറാഴ്ചയൊക്കെ കൊണ്ട് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. വൈകുന്നേരത്ത് നല്ല തിരക്കായിരിക്കും. ഈ വഴി ഇങ്ങനെ നടക്കാൻ പറ്റും. എന്താ നടന്നു പോകുന്നുണ്ട് കുറച്ച് പേരൊക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടീഷ് പാലം. അപ്പോൾ ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം കല്യാണ സമയമൊക്കെ ആയതുകൊണ്ട് അവിടെ കല്യാണം എൻഗേജ്മെൻറ്റ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം ബ്ലോക്കാക്കി ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അതെല്ലാം ചേച്ചിയുടെ അടുത്ത് വേഗം ചെല്ലുകയാണ്. അതുകൊണ്ട് ചേച്ചിയൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പോകും. ഇതാണ് കൊടുമ്പ് എന്ന് പറയുന്ന സ്ഥലം. ചിറ്റൂര്, കൊടുമ്പ് ഇങ്ങനെ പറയും. സ്വാമി ക്ഷേത്രം ആണിത്. ഇത് നമ്മൾ വേറെ കട്ട് റൂട്ട് വഴി കയറിയതാട്ടോ. ഇത് രണ്ട് സൈഡും അടിപൊളിയായിട്ട് പാടങ്ങൾ പരന്നെടുക്കാം. പാടം, തെങ്ങ്, ഏക്കർ കണക്കിന് പാടങ്ങൾ കിടക്കുന്നത്.
ഒരു ബേക്കറി എല്ലാം ഉണ്ടോ എന്ന് നോക്കാം. ുള്ള തയ്യാറെടുപ്പിനാണ് ആളത് തുറന്ന് പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഇവിടെ ഹാള്. ബേക്കറിയാണ്. അവിടെ നിന്ന് കിൻഡർ ജോയൊക്കെ വാങ്ങിച്ചിട്ടോ. കിൻഡർ ജോയ് ഇവിടുത്തെ നായക്കുട്ടി എന്തൊക്കെ റെഡി. സിംബ എന്നാണ് പേര്. ആള് സൂപ്പറാണ്, പെട്ടെന്ന് ഇറങ്ങും. ഇത് തൊട്ട വീട്ടിലെ ആളുടെ ഏട്ടൻ്റെ വീട്ടിലെ നായാണ്. അപ്പോൾ അടുത്താൾ പെട്ടെന്ന് ഇറങ്ങണം. ഈ പട്ടിയുടെ പേര് റോസി കേട്ടോ. ഇത് റോസി എന്നാണ് വിളിക്കുക. ഇത് നമ്മുടെ സിംബ. എപ്പോൾ വന്നാലും ഓടി വന്നിട്ട് കാലിലടിയിൽ വന്ന് കിടക്കുക, അടുത്ത് വന്ന് കിടക്കുക, മടിയിൽ വന്ന് കിടക്കുക. ഇതൊക്കെയാണ് സിംബയ്ക്ക് പണി. ഞാൻ അളിയനും അതിൻ്റെ എല്ലാവരും പെട്ടെന്ന് കണ്ടുപിടിച്ചാണ് ഓടി പോയിട്ട്. അടുത്തത് ഞങ്ങളൊരു ചെറിയ ട്രിപ്പാണ്. നമ്മുടെ അളിയൻ കട്ട മണി ഫാനാണ്. ഫുൾ മണിയുടെ സൗണ്ടുകൾ, ഫുള്ള് മണീനെ അനുകരിച്ച് നടക്കുന്നൊരു പുള്ളിക്കാരൻ കേട്ടോ. പിള്ളേരവിടെ വർത്താനം പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാക്കി. നമ്മുടെ അബിയുണ്ട് വലിയവൻ, അവൻ ട്യൂഷന് പോയിരിക്കുക. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് അവനും കൂടി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ വഴിക്ക് അങ്ങനെ കയറിയതാണ്. അപ്പോൾ ട്രിപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഞാനിങ്ങനെ ഓടിച്ചു വിട്ടിട്ടാണ് കാണുന്നത്. നമ്മുടെ വൈകുന്നേരം ആയതുകൊണ്ട് ആകാശമൊക്കെ സൂപ്പറായിട്ടുണ്ട് കാണാൻ, അടിപൊളിയായിട്ട്. ഞാൻ പിന്നെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ് ഈ നല്ലിപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അപ്പോൾ എല്ലാത്തിനും കാഴ്ച തമിഴ് ടച്ചിൻ്റെ അമ്പലമൊക്കെ പിള്ളേരുടെ പാട്ടൊക്കെ ഓരോ സൈഡൊക്കെ എഞ്ചിൻ ആയിട്ട് ഇരിക്കുകയാണ്.
അപ്പോൾ ഞാൻ പാട്ടൊക്കെ വയ്ക്കാൻ നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയിട്ടോ. പിള്ളേർക്ക് തന്നെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. പന്ത് പൊട്ടി, ഞങ്ങൾ പൊട്ടി പന്ത് വെച്ചിട്ട് നേരത്തെ കളിച്ചത്. ആ പന്ത് ഞങ്ങൾ തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ട് ഞാൻ കൊടുത്തത് പിള്ളേർക്ക്. അപ്പോൾ അവന്മാർ അത് വെച്ചിട്ടാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തുള്ളൊരു വ്യൂ ആണ് അവിടെ, നമ്മുടെ ഈ അലയിൽ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആയിട്ട് കാണാം. പിള്ളേർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് അതിൻ്റെ വേറെ കുറച്ച് പരിപാടിക്ക് പോയി. അവരിപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച